ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ശക്തി പ്രകടനം കാണാമിനി. തിരുവനന്തപുരത്താണ് ഡേ അറ്റ് സീ എന്ന പരിപാടിയിലൂടെ അഭ്യാസ പ്രകടനങ്ങൾ കോസ്റ്റ് ഗാർഡ് നടത്തിയത്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിൽ യാത്ര പൊതുജനങ്ങൾക്കും പുതിയ അനുഭവമായി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എങ്ങനെയാണ് നമ്മുടെ തീരങ്ങളെ സംരക്ഷിക്കുന്നത്? ഉൾക്കടലിൽ പലപ്പോഴും സാഹസിക പ്രവർത്തനങ്ങൾ നടത്തിയാണ് കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് പൊതുജനങ്ങൾക്ക് കാണാനുള്ള അവസരം ലഭിക്കാറില്ല. പൊതുജനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കടലിലേക്ക് ഒരു യാത്ര പോവുകയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. കോസ്റ്റ് ഗാർഡിന്റെ 4 കപ്പലുകളാണ് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. എങ്ങനെയാണ് കടലിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്, അതുപോലെ തന്നെ ഈ ശത്രുക്കളുമായി എങ്ങനെ ഏറ്റുമുട്ടുന്നു എന്നതടക്കമുള്ളതിൻ്റെ ഒരു മാതൃക, ഒരു ഡെമോയാണ് ഇനി കാണാൻ പോകുന്നത്. പ്രധാനമായിട്ടും കാണിച്ചത് നമ്മൾ ബോർഡിംഗ് ഓപ്പറേഷൻസ്. ഇപ്പോൾ ഒരു പൈറേറ്റ് ഷിപ്പ് അല്ലെങ്കിൽ ഒരു തീവ്രവാദ ഇതുള്ള ഷിപ്പിനെ നമ്മൾ എങ്ങനെയാണ് ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഷിപ്പിൽ നിന്ന് നമ്മുടെ സ്പീഡ് ബോട്ട് ഇറക്കി നമ്മുടെ ഫുൾ ബോർഡിംഗ് ടീം എത്തി. നമ്മൾ വേറൊരു ഷിപ്പിനെ നമ്മൾ പൈറേറ്റ് ഷിപ്പായിട്ട് കാണിച്ചു. ആ ഷിപ്പിൽ ബോർഡ് ചെയ്യും. ആ ഷിപ്പ് ബോർഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ബോർഡിംഗ് ഓപ്പറേഷൻ എന്നുള്ള ഡെമോൺസ്ട്രേഷനാണ് ആദ്യമായി നമ്മൾ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് ഫയറിംഗ് പ്രാക്ടീസാണ്. ഫയറിംഗ് എങ്ങനെയാണ് ഷിപ്പിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ആർമമെൻ്റ് ഉപയോഗിച്ചുള്ള ഫയറിംഗ് ആണ് നമ്മൾ കാണിച്ചത്. എങ്ങനെയാണ് ഇപ്പം ഒരു അറ്റാക്ക് വന്നാൽ എങ്ങനെയാണ് അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ഒരു പ്രത്യേകതയുള്ളൊരു യാത്രയായിരുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ പൈറേറ്റ്സിനെ പിടിക്കുന്നതും ബോംബ് പിടിക്കുന്നതും ഒക്കെ നല്ല ഒരു അനുഭവമാണ്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പൊതുജനങ്ങൾക്കായി കോസ്റ്റ് ഗാർഡ് ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും യാത്ര പോകാം. അറബിക്കടലിൻ്റെ ഓളപ്പരപ്പിലൂടെ കടൽ ആസ്വദിച്ച് കോസ്റ്റ് ഗാർഡിൻ്റെ ശക്തി അറിഞ്ഞ് യാത്ര ചെയ്യാം. സിജോ സുധാകരനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, തിരുവനന്തപുരം.